أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന SIOവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് സഹോദരൻ മുബാറക്, ജില്ലാ സെക്രട്ടറി സഹോദരൻ അഷ്ഫാഖ്, അതേപോലെ ഈ ഒരു സംഗമത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ച റബ്ബിൻ്റെ എല്ലാ രക്ഷയും സമാധാനവും തുണയുമൊക്കെ നമ്മളുടെ മേൽ നിരന്തരം വർഷിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, നമ്മളുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഏറ്റവും ഭംഗിയിൽ പൂർത്തീകരിക്കാൻ, നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നന്നായി കേൾക്കാനും ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ പരമകാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയുമൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റമളാൻ മാസത്തിന് തൊട്ടു മുമ്പുള്ള ഷഅബാൻ മാസം, അത് ഷഅബാൻ മാസം തുടങ്ങി ഏതാനും ദിവസങ്ങൾ നമ്മളിൽ നിന്ന് പിന്നിട്ട് പോവുകയും ചെയ്തു. ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങാൻ കഴിയുക, റമളാൻ മാസത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ തയ്യാറാക്കാൻ കഴിയുക, അതിനുവേണ്ടി ഇപ്പോഴേ ക്രമീകരണങ്ങൾ വരുത്താനും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പാകപ്പെടുത്താനുമൊക്കെ കഴിയുക എന്ന ഉദ്ദേശങ്ങളോടുകൂടിയൊക്കെയാണ് SIO ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരമൊരു ക്യാമ്പയിനും ഈ രീതിയിലുള്ള പരിപാടികളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. നമ്മളൊക്കെയും ഒരുപക്ഷെ റജബ് മാസം തുടങ്ങുന്നത് മുതൽ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ഷഅബാൻ വ ബല്ലിഅനാ റമളാൻ. റജബിലും ഷഅബാനിലും അല്ലാഹുവെ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകുകയും റമളാനിലേക്ക് ഞങ്ങളുടെ ആയുസ് നീട്ടിത്തരികയും ചെയ്യണേ. ഇത് റജബിലും ഷഅബാനിലും ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളെ പരിശീലിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, റമളാൻ മാസത്തിന് വേണ്ടി റജബ് മുതൽ തന്നെ 2 മാസം മുമ്പ് മുതൽ തന്നെ ഒരുങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. നമ്മൾ കേൾക്കാറുണ്ട്, മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ വർഷം മുഴുവൻ റമളാനിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, റമളാൻ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള 5 മാസങ്ങളിൽ 6 മാസങ്ങളിൽ അവർ റമളാനിൽ ചെയ്തിട്ടുള്ള നന്മകളുടെ ഒരു പൂർത്തീകരണവും അത് ജീവിതത്തിൽ നിലനിർത്തി പോരാനും ആവശ്യമായ ശ്രദ്ധയിലായിരിക്കും. റമളാനിൽ ഞങ്ങൾ ചെയ്ത നന്മകളൊക്കെയും അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്ന നിറഞ്ഞ പ്രാർത്ഥനകളിലായിരിക്കും. റമളാൻ തുടങ്ങുന്നതിനു മുമ്പുള്ള 6 മാസങ്ങളിൽ അവർ റമളാനിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരിക്കും. ഇങ്ങനെ റമളാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, റമളാനിലേക്ക് ഓർമ്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് വർഷം മുഴുവൻ ജീവിക്കുന്നവരായിരിക്കും മുൻഗാമികളായ പണ്ഡിതന്മാർ എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു സംഗതിയാണ്. അപ്പം ഈ സംഗതികളൊക്കെയും മുന്നിൽ വെച്ചിട്ടാണ് നമ്മളൊരു പക്ഷേ വെള്ളിയാഴ്ച ഖുതുബകളിൽ, നമ്മളുടെ വായനകളിൽ, നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളിൽ റജബ് മാസം മുതൽ തന്നെ ചുരുങ്ങിയത് റമളാനിനെ കുറിച്ച് കേൾക്കുകയും ആലോചിച്ചു തുടങ്ങുകയും ചെയ്യുന്നവരാണ്. അപ്പം ആ രീതിയിൽ
റമദാനിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങാൻ, തയ്യാറെടുക്കാൻ, റമദാനിനെ വല്ലാതെ ആഗ്രഹിക്കാൻ, റമദാനിലേക്ക് ആയുസ് നീട്ടിത്തരണേ എന്ന് അള്ളാഹിനോട് നിരന്തരം നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആളുകളിൽ നമുക്കൊക്കെയും ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല വലിയ സൗഭാഗ്യം നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ആയുസ്സിൽ ഒരിക്കൽ കൂടി റമദാനിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെയും സംബന്ധിച്ച് വലിയ സൗഭാഗ്യമാണ്. റമദാൻ ആ അർത്ഥത്തിൽ നമ്മളുടെ മുമ്പിൽ വലിയ അവസരമാണ്. റമദാൻ മാസം എങ്ങനെയാണ് നമ്മളുടെ മുമ്പിൽ വലിയ അവസരമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ വല്ലാതെ ഒരു ഭയപ്പാടിലും ഒരു സങ്കടത്തിലും ഒരു നഷ്ടബോധത്തിലും ഒക്കെ എത്തി നിൽക്കുന്നൊരു സന്ദർഭമായി നമ്മളുടെ മരണത്തിൻ്റെ സമയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചു തന്ന ആയുസ് അവസാനിക്കുന്നൊരു സമയം, അതൊരു പക്ഷേ നമ്മളുടെ മരണത്തിൻ്റെ ഒരു സമയമാകാം, അതല്ലെങ്കിൽ ഖിയാമത്ത് നാളിൻ്റെ സന്ദർഭത്തിലാകാം. ഈ രണ്ടിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുനിയാവിൽ നമുക്കിനി ആയുസ്സില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു സന്ദർഭം, അത് മനുഷ്യൻ വല്ലാതെ വിലപിക്കുകയും ഒരു നഷ്ടബോധത്തിൽ അകപ്പെടുകയും ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് വല്ലാതെ സങ്കടപ്പെടുകയും പടച്ചവനോട് ആവലാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കും. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. നരകത്തെ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് അവൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, ആ സമയത്ത് മനുഷ്യന്മാർ ആലോചിക്കും, ചിന്തിക്കും, അല്ല അപ്പോൾ അവർ ഉത്ബുദ്ധരാകും. വഅന്നാ ലഹു ദിക്റ, പടച്ചവൻ ചോദിക്കുന്നത് അപ്പോൾ അല്ലേ, മരണത്തിൻ്റെ സമയത്ത്, നരകം നിങ്ങളിലേക്ക് അടുപ്പിക്കപ്പെടുന്ന സമയത്ത്, ദുനിയാവിൽ ഇനി ആയുസ്സില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത്, ദുനിയാവിൽ അവസരങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു എന്ന് തീർച്ച വരുന്നൊരു സമയത്ത് വഅന്നാ ലഹു ദിക്റ, അപ്പോഴത്തെ ദിക്റ് കൊണ്ട്, അപ്പോഴത്തെ ആലോചന കൊണ്ട്, അപ്പോഴത്തെ പുനരാലോചനകൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ സന്ദർഭത്തിൽ ഓരോ മനുഷ്യന്മാരെയും ഓർമ്മിപ്പിക്കുമെന്നാണ്. പടച്ചവനോട് പറഞ്ഞു നോക്കും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, അല്ലെ സ്വയം അവനിങ്ങനെ ആലോചിക്കും, ദുനിയാവിൽ കുറച്ചും കൂടെയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, മുൻപ് കഴിഞ്ഞു പോയ ഹയാത്തിൽ, ജീവിതത്തിൽ എന്തെങ്കിലും കുറച്ചും കൂടെയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു സമയത്ത് വിലപിക്കുമ്പോൾ ആ സമയത്തെ വിലാപം കൊണ്ടൊരു കാര്യവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തും. ഫയൗമഇദിൻ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അന്ന് പടച്ചവൻ്റെ ശിക്ഷയേക്കാൾ മറ്റൊരു ശിക്ഷ ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ പിടുത്തത്തേക്കാൾ കഠിനമായ മറ്റൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നൊരു സന്ദർഭമായിരിക്കും. ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് തൃപ്തിപ്പെടാൻ കഴിയാത്ത, ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുള്ള അമലുകളെക്കുറിച്ച് സന്തോഷിക്കാൻ കഴിയാത്ത, ആ അമലുകളുടെ പിൻബലത്താൽ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്നൊരു സൗഭാഗ്യം സിദ്ധിക്കാൻ കഴിയാത്ത, നരകത്തിലേക്ക് അടുക്കാൻ വേണ്ടി പടച്ചവൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ പടച്ചവനാൽ വിധിക്കപ്പെട്ട ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവരിങ്ങനെ കുറേ പടച്ചവനോട് കെഞ്ചി നോക്കും, പടച്ചവനെ കുറച്ചും കൂടി സമയം, ഇത്തിരി കൂടി അവസരം, കുറച്ചുകൂടി തന്നാൽ ഞാൻ നന്നായിക്കോളാം. പക്ഷേ ഒരു നിമിഷം പോലും അള്ളാഹു നൽകിയ അവസരം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കൂല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് ചില ആളുകൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം പ്രാപിച്ച ആത്മാക്കളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, നിങ്ങൾ പ്രവേശിക്കുക എങ്ങോട്ട്? അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക്, പടച്ചവൻ്റെ റിളയിലേക്ക്, തൃപ്തിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അവരെക്കുറിച്ച് പറയുന്നത് അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടവരായിരിക്കും, അവർ അള്ളാഹിനെക്കുറിച്ചും തൃപ്തിപ്പെട്ടവരായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയുന്ന, ദുനിയാവിൽ പടച്ചവൻ നൽകിയ അവസരങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്ത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തൃപ്തിപ്പെടാൻ കഴിയുന്ന ആളുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു തആല മനോഹരമായി സ്വീകരിക്കുമെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വല്ലാതെ വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നൊരു സന്ദർഭമായിരിക്കും നമ്മളുടെ മൗത്തിൻ്റെ സന്ദർഭം. മലക്കുൽ മൗത്ത് അസ്റായിൽ നമ്മളെ പിടിക്കാൻ വരുന്നൊരു സമയത്ത് ദുനിയാവിൽ അള്ളാഹ് നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന
ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് നമ്മളൊക്കെയും. അങ്ങനെ ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ വലിയ നഷ്ടബോധം ആ ഒരു സമയത്ത് നമുക്കുണ്ടാകും. എന്തൊക്കെയോ അവസരങ്ങളുണ്ടായിരുന്നു. പടച്ചവൻ ആരോഗ്യം തന്നു, അറിവ് തന്നു, പടച്ചവൻ സൗകര്യങ്ങൾ തന്നു, സംവിധാനങ്ങൾ തന്നു, നല്ല ജീവിത സാഹചര്യങ്ങൾ തന്നു, ധാരാളം അവസരങ്ങൾ തന്നു. ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന മനുഷ്യന്മാർ. അപ്പം അങ്ങനെ ഒരു അവസരത്തെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ എന്ന ഒരു ആലോചനയിൽ നിന്നുകൊണ്ട് റമളാൻ മാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, റമളാൻ മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം വലിയ സൗഭാഗ്യവും അവസരവുമാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിന് തൊട്ടു മുമ്പ് വരുന്ന ശഅബാൻ മാസത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ശഅബാൻ മാസം എന്ന് പറയുന്നത് അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. റജബിനും റമളാനിനും ഇടയിൽ ആളുകളൊക്കെയും അധികം അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുള്ളൊരു മാസമാണ് ശഅബാൻ. പക്ഷെ അങ്ങനെ അശ്രദ്ധയിലായി പോകേണ്ട ഒരു മാസമല്ല. കാരണം വഹുവ ഷഹുറുൻ തുർഫഹു ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിങ്കലേക്ക് മനുഷ്യൻ്റെ അമലുകളെ പടച്ചവൻ ഉയർത്തിക്കൊണ്ടു പോകുന്നൊരു മാസമാണ്. വഹുവ ഷഹുറുൻ തുർഫഹു ഫീഹിൽ അഅമാൽ. മനുഷ്യൻ്റെ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചവനിലേക്ക് ഉയർത്തുന്ന മാസമാണ് ശഅബാൻ മാസം. ഈ ഒരു സംഗതി മുന്നിൽ വെച്ചുകൊണ്ട് റമളാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ മുമ്പിൽ വലിയ അവസരമാവുക എന്ന് ചോദിച്ചാൽ, ശഅബാൻ മാസത്തിൽ നമ്മളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു. നമ്മളുടെ മൗത്തിൻ്റെ സമയത്ത്, മരണത്തിൻ്റെ സമയത്ത് നമ്മൾ വേജാറിലായി പോകാനുള്ളൊരു സംഗതി, മൗത്തിൻ്റെ സമയത്ത് നമ്മളുടെ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു, നമ്മളുടെ റൂഹും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട അമലുകളെക്കുറിച്ച് വിലപിച്ച് സങ്കടപ്പെട്ട് നഷ്ടബോധത്തിൽ അകപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ റൂഹ് കൂടി പടച്ചവനിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മളുടെ ഭൗതിക ശരീരം മാത്രമാണ് മണ്ണിൽ ബാക്കിയാവുക. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ശരീരം ഉപയോഗിച്ചിട്ട് തിരുത്താനുള്ള അവസരങ്ങൾ നമ്മളുടെ മുമ്പിലില്ല. പക്ഷേ ശഅബാൻ മാസം എന്ന് പറയുന്നത് നമ്മളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു, നമ്മളുടെ റൂഹ് ഈ ദുനിയാവിൽ ബാക്കിയുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട നമ്മളുടെ അമലുകളെ കുറിച്ച് നന്നായിട്ടൊന്ന് പുനരാലോചിക്കാൻ കഴിയും, നന്നായിട്ടൊന്ന് വിചിന്തനം നടത്താൻ കഴിയും, നന്നായിട്ടൊന്ന് വിലയിരുത്താൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസിബുകുമുല്ലാഹ്. അവസരം നഷ്ടപ്പെട്ട് മഹ്ശറയിൽ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ വിചാരണക്ക് നിൽക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ അവസരങ്ങൾ ബാക്കിയുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പം ശഅബാൻ മാസം എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞൊരു വർഷത്തെ അമലുകൾ വാർഷിക കണക്കെടുപ്പിന് വേണ്ടി പടച്ചവനിലേക്ക് മലക്കുകളാൽ കൊണ്ടുപോകുന്നൊരു മാസമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ നമ്മളുടെ അമലുകളെ കുറിച്ചൊന്ന് ആലോചിക്കുക. കഴിഞ്ഞൊരു വർഷം, ഇതുവരെ കഴിഞ്ഞെൻ്റെ ആയുസ്സിൽ ദുനിയാവിൽ പടച്ചവൻ ഇതുവരെ അനുവദിച്ചു തന്ന അവസരങ്ങളിൽ ഞാൻ ചെയ്ത അമലുകൾ അത് പടച്ചവനിലേക്ക് പടച്ചവൻ കൊണ്ടുപോകും. അപ്പം പറഞ്ഞു വന്നത്, ശഅബാൻ മാസത്തിൽ നമ്മളിൽ നിന്ന് പടച്ചവനിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന അമലുകൾ, നമ്മളുടെ ഈ അമലുകളെ ശഅബാൻ മാസത്തിൽ പടച്ചവൻ കൊണ്ടുപോയി പടച്ചവൻ്റെ മുമ്പിൽ നിന്ന് അമലുകളുടെ കെട്ടഴിച്ചു നോക്കുമ്പോൾ എന്നിൽ നിന്ന് പോയിട്ടുള്ള അമലുകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതിൽ പടച്ചവന് തൃപ്തിപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കുമോ? അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കുമോ? അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് നിരക്കാത്ത, തൃപ്തിക്ക് നിരക്കാത്ത, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഞാൻ ചെയ്തു പോയ, അള്ളാഹുവിനെ ഓർക്കാത്ത സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ ഭാഗപ്പിഴവുകളുടെ ഒരു കൂമ്പാരം അതിലുണ്ടാകുമോ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, ഇതുവരെയുള്ള ഒരു ആയുസ്സിൽ നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ള ഒരു അമലുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്നെന്താണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അമലുകളെ പടച്ചവൻ കൊണ്ടുപോയിട്ടുള്ളൂ, നമ്മളുടെ റൂഹും അത് തിരുത്താനുള്ള ഒരു അവസരവും ഇനിയും പടച്ചവൻ നമുക്ക് നമ്മളുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മൗത്തിൻ്റെ സമയത്തുള്ളതുപോലെ ആയിരിക്കൂല. ഇപ്പം നമ്മൾ ആലോചിച്ചാൽ അള്ളാഹുവെ ഒരു അവസരം കൂടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വല്യഅനാ റമളാനിലേക്ക് കൂടി ഞങ്ങളെ ഒന്ന് നീട്ടിത്തന്നാൽ, അള്ളാഹുവെ ആ റമളാനിൽ നീ ഒരുക്കി തന്ന പാപമോചനങ്ങളുടെ, പ്രാർത്ഥനകളുടെ,
അള്ളാഹുവെ നിന്നിലേക്ക് അടുക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ഞങ്ങൾ മാറാം, ഞങ്ങൾ ജീവിതത്തെ മാറ്റിപ്പണിയാം എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയുന്ന ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വീണ്ടും അവസരങ്ങൾ ഒരുക്കി തരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമളാൻ മാസം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു അവസരവും വലിയൊരു സൗഭാഗ്യവുമായി മാറുന്നത് എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നന്നായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മഹ്ശറയിൽ വെച്ചിട്ട് പടച്ചവൻ്റെ ഹർഷിൻ്റെ തണൽ കിട്ടുന്ന ആളുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് 7 വിഭാഗം ആളുകളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതിലൊരു വിഭാഗം ആളുകളുടെ ഒരു വിശേഷണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് റജുലുൻ ദക്കറല്ലാഹു ഹാലിയൻ ഫഫാലത്ത് ഐനാഹു. ഒറ്റയ്ക്കിരുന്ന് പടച്ചവൻ ആലോചിക്കുന്ന ഒരു മനുഷ്യൻ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പടച്ചവനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യൻ, ഫഫാലത്ത് ഐനാഹു, ആ ആലോചനകളിൽ അവനിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പടച്ചവനെക്കുറിച്ച് ആലോചിച്ച് കരയുന്ന മനുഷ്യന്മാർക്ക് നാളെ മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന സൂര്യനു താഴെ പടച്ചവൻ്റെ അർശിൻ്റെ തണൽ വിരിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആലോചിക്കുന്നതിൻ്റെ ഒരു പ്രസക്തിയും എന്താണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ്, നമ്മൾ ഓട്ടങ്ങളിലാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് പോലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നമ്മൾ അശ്രദ്ധയിലകപ്പെട്ടു പോകും. ദുനിയാവിൻ്റെ തിരക്കുകൾക്കുള്ളിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയാൽ പിന്നീട് ഖബറിടങ്ങളിൽ എത്തുന്നത് വരെ ജീവിതത്തിൽ നമ്മൾ അശ്രദ്ധയിലായി പോകും. നമ്മളുടെ കുടുംബം, ജോലി, ഇവിടുത്തെ അങ്ങനെ ചുറ്റുപാടുകൾ, ഇത് മാത്രമാണ് നമ്മളുടെ ഒരു ചിന്തയിലും ജീവിതത്തിൻ്റെ ഇടപെടലുകളും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതം അശ്രദ്ധയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം തിരക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും ഒരു അല്പസമയം മാറ്റിവെച്ച് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ അമലുകളെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ച്, അള്ളയുമായുള്ള ബന്ധത്തെക്കുറിച്ച്, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ബാധ്യതകളെക്കുറിച്ച്, ദൗത്യങ്ങളെക്കുറിച്ച്, ഇബാദത്തുകളെക്കുറിച്ച്, നമ്മളുടെ ദിക്റിനെക്കുറിച്ച്, ഖുർആനുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ഇങ്ങനെ സമഗ്രവും സമ്പൂർണവുമായി ഒരു ദിവസത്തെ, കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കാൻ, കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയം ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, നമ്മൾ വേറൊന്നും അലട്ടാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു സന്ദർഭമാണ് തഹജ്ജുദിൻ്റെ സമയം എന്ന് പറയുന്നത്. വേറൊന്നും നമ്മളെ ബാധിക്കാത്ത, ഫോൺ കോളുകൾ വരാത്ത, മിസ് കോളുകൾ വരാത്ത, വാട്സപ്പ് മെസ്സേജ് വരാത്ത, ആരും നമ്മളെ വിളിക്കാത്ത, വീട്ടിലൊരാൾ വന്ന് കോളിംഗ് ബെല്ലടിക്കാത്ത, വാഹനങ്ങളുടെ ശബ്ദമില്ലാത്ത, ലോകം ഉറങ്ങി നിൽക്കുന്നൊരു സമയത്ത് എഴുന്നേറ്റ് പടച്ചവൻ്റെ മുമ്പിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെ നമുക്ക് നമ്മളെക്കുറിച്ച് നന്നായി വിലയിരുത്താൻ കഴിയും. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ജീവിതത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴവുകളെ തിരിച്ചറിഞ്ഞ് അത് അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ് തിരുത്താനുള്ളൊരവസരം മുന്നിലുള്ളത് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്ന ഒരാളേക്കാൾ വലിയൊരു സൗഭാഗ്യവാൻ ഈ ദുനിയാവിലുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ റമളാൻ മാസം കൂടിയാണ് നമ്മളുടെ മുമ്പിൽ വരുന്നത് എന്നത് നമ്മളുടെ ഭാഗ്യത്തെയും നമ്മളുടെ അവസരത്തെയും അത് ഇരട്ടിപ്പിക്കുകയാണ്. ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറുകൾ സ്വീകരിക്കുന്ന, തൗബ സ്വീകരിക്കുന്ന, ധാരാളമായി നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന, നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഇരട്ടിയിലധികം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള റമളാൻ മാസത്തെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിലുപരി റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള, ഇനിയും റമളാനിലേക്ക് ദിവസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് തിരിച്ചു വിളിക്കുക എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു റമളാനിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കേ ആയുസ് തിരിച്ചു വിളിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ. ഒരു റമളാനിനെ കൂടി ജീവിതത്തിൽ അനുഭവിക്കാനുള്ള വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അതിനുപയോഗപ്പെടുത്താൻ, ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ എന്ന നിറഞ്ഞ പ്രാർത്ഥനകൾ, അതിനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ. ഇതിൽ സാധാരണ നമ്മൾ റമളാനിൻ്റെ മുമ്പെയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ നനച്ചുകുളി എന്ന് പറയും, വീടും പരിസരവും പള്ളിയും സംഗതികളൊക്കെ വൃത്തിയാക്കുന്ന, ഇതൊക്കെയും വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സും നമ്മളുടെ കർമ്മങ്ങളും നമ്മളുടെ ചിന്തകളും പടച്ചവനുമായുള്ള ബന്ധവും അതുകൂടി ശുദ്ധീകരിച്ചുകൊണ്ട് റമളാനിനു വേണ്ടി ഒരുങ്ങി നിൽക്കാനും തയ്യാറായി നിൽക്കാനും കാത്തു നിൽക്കാനും കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ റമളാൻ മാസത്തിലേക്ക് നമ്മളുടെ ആയുസ് എത്തിച്ചു തന്നാൽ ആ റമളാനിൽ പിന്നീട് നമുക്ക് സൂക്ഷിക്കാനുള്ള, റമളാനിൽ നമുക്ക് മുറുകെ പിടിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെയും മനസ്സിലാക്കിയതുപോലെ ഈ ഒരു പരിപാടിയിൽ നമ്മളൊരു വിഷയമായി നിശ്ചയിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമളാൻ മാസം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. റമളാൻ മാസത്തിന് എന്തുകൊണ്ടാണ് പ്രസക്തി? റമളാൻ മാസത്തിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം? റമളാൻ മാസത്തെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു? നോമ്പ് എന്ന് പറയുന്ന പുണ്യകരമായിട്ടുള്ളൊരു ഇബാദത്ത് റമളാനിൽ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റമളാനിന് സ്വയം എന്തോ ഒരു പ്രാധാന്യമോ ഒരു പുണ്യമോ ഉള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു രാത്രിയുള്ള മാസം എന്നതുകൊണ്ടാണ് പരിശുദ്ധ റമളാനിൻ്റെ പ്രസക്തിയും പോരിശയും പ്രാധാന്യവും പുണ്യവും എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. അള്ളാഹുവിൻ്റെ കലാം ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ റസൂലിലേക്ക് പെയ്തിറങ്ങിയ മാസമാണ്. നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് റഹ്മത്തായി, നമുക്ക് നൂറായി, നമുക്ക് മൗഇളത്തായി, അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശമായി, കാരുണ്യമായി, വെളിച്ചമായി, വഴിതെറ്റി നിൽക്കുന്നൊരവസ്ഥക്ക് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹിദായത്തായി, വഴികാണിക്കലായി, അങ്ങനെ വലിയ അള്ളാഹുവിൽ സൂറത്തു റഹ്മാനിൽ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു സിഫത്ത്, ഒരു വിശേഷണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആ വിശേഷണത്തിന് അർഹനാകാനുള്ള ഒന്നാമത്തെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലമൽ ഖുർആൻ, നമ്മളെ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ഖുർആനിനെ നമ്മളിലേക്ക് അവതരിപ്പിച്ച ഒരു മാസം എന്നുള്ളതാണ് പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് റമളാൻ മാസത്തിൽ അള്ളാഹ് നോമ്പ് നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് റമളാനിൽ അള്ളാഹു എല്ലാ കർമ്മങ്ങൾക്കും ഇരട്ടിയിലധികം പ്രതിഫലങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ റമളാനിനെ ഖുർആനിലേക്ക് മടങ്ങാൻ കഴിയുന്ന, പരിശുദ്ധ റമളാനിലെ ഖുർആനിലേക്ക് നമ്മളുടെ ജീവിതത്തെ ചേർത്തു നിർത്താൻ കഴിയുന്ന, ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന, ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു മാസമായി കൂടി ഈ റമളാൻ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മഹ്ശറയിൽ വെച്ച് തള്ളിപ്പറയുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെയും ഏറെ കൊതിക്കുന്ന, ഏറെ ആഗ്രഹിക്കുന്ന ഒരു സംഗതി റസൂലിൻ്റെ ഷഫാഅത്ത് നാളെ മഹ്ശറയിൽ ലഭിച്ച് നമുക്ക് കിട്ടണേ എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് നൽകാൻ കഴിയും. റസൂലിൻ്റെ ഷഫാഅത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഹ്ശറയിൽ നമ്മളുടെ വിചാരണ എളുപ്പമാക്കി നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. റസൂലിൻ്റെ ഷഫാഅത്ത് എന്ന് പറയുന്ന വലിയ ഭാഗ്യം മഹ്ശറയിലെ വിചാരണയിൽ നമ്മളുടെ മുമ്പിലുണ്ടായിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തള്ളിപ്പറയുന്ന ഒരു വിഭാഗം കൂടി അവിടെ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ വിഭാഗം ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, യാ റബ്ബേ അല്ലാഹുവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, റബ്ബേ എൻ്റെ ഈ ഖൗമുണ്ടല്ലോ അവർ വിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ചു, ജീവിതത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണവർ, വിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ചവരാണവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഖൗമിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തള്ളിപ്പറയുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയാണ്. വിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ച, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച, വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാത്ത ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിജ്റ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളൊരു പ്രയോഗമാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി എന്ന് പറഞ്ഞാൽ മക്കയിൽ അവരുടെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയിട്ടുള്ളൊരു യാത്രയെക്കുറിച്ചാണ് ഹിജ്റ എന്ന് പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നൊരു യാത്ര. ഈ അർത്ഥത്തിൽ ഖുർആനിൽ നിന്ന് ഹിജ്റ പോയവർ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മൂല്യങ്ങളെ, ഖുർആനിൻ്റെ നന്മകളെ,
ഖുർആനിലൂടെ ലഭിക്കേണ്ടുന്ന തഖ്വയെ, ഈമാനിനെ, സുബ്റിനെ, ഇസ്തിഖാമത്തിനെ, ഖുർആനിലൂടെ ലഭിക്കേണ്ടുന്ന അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന എല്ലാ നന്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഖുർആനിൻ്റെ നന്മകളിൽ നിന്ന് അകന്ന് വേറെ ഏതോ ലോകത്തേക്ക് യാത്ര പോയ ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞ ആളുകളാണ് റബ്ബേ എന്ന് നാളെ മഹ്ശറയിൽ റസൂൽ തള്ളിക്കളയുന്ന ഒരു വിഭാഗമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ റസൂലിൻ്റെ ശഫാഅത്ത് കൊതിക്കുന്ന ആളുകളാണ്. റസൂലിൻ്റെ ശഫാഅത്ത് കൊതിച്ച് നാളെ മഹ്ശറയിൽ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തള്ളിക്കളയുന്ന ആളുകളിൽ ഉൾപ്പെട്ടു പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ദൗർഭാഗ്യം ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിജറ പോയവരല്ല എന്ന് നമുക്ക് നമ്മെക്കുറിച്ച് ഉറപ്പുവരുത്താൻ കഴിയണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് യാത്ര പോയവരല്ല, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരല്ല, വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ നിന്ന് അകലെ എവിടെയോ മാറ്റി നിർത്തിയവരല്ല ഞാൻ എന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഉറപ്പുവരുത്താൻ കഴിയണം. ആരാണ് വിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞവർ, ആരാണ് വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവർ, ഉപേക്ഷിച്ചവർ എന്നുള്ളതിനെ കുറിച്ച് ഇമാം ഇബ്നു തൈമിയ്യ പറയുന്ന ചില വാചകങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നത്, മൻ ലം യഖ്റഉൽ ഖുർആന ഫഖദ ഹജറഹു. ആരാണ് ഖുർആനിനെ അവഗണിച്ചവരെന്ന് ചോദിച്ചാൽ, മൻ ലം യഖ്റഉൽ ഖുർആൻ, ഒന്നാമതായിട്ടത് വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാത്തവരാണ്. ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം എന്ന് പറയുന്നതിന് സമയം കണ്ടെത്താത്ത, മറ്റെല്ലാത്തിനും സമയം ഉണ്ടാകും. ഒരു ജീവിതത്തിൽ, ഒരു ദിനത്തിൽ ഒരു പക്ഷേ നമ്മൾ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളിൽ ധാരാളം സമയം നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പേജ് പോലും പാരായണം ചെയ്യാത്ത എത്രയെത്ര ദിനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങളിൽ മുഴുകി സമയം ചെലവഴിക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നത്, ഖുർആനിനെ അവഗണിച്ച് കളയുന്ന ആളുകളുടെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തവരാണ്, അതിന് സമയം കണ്ടെത്താൻ കഴിയാത്തവരാണ്, അതിന് പ്രാധാന്യം നൽകാൻ കഴിയാത്തവരാണ്. ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും വിശുദ്ധ ഖുർആനുമായുള്ള നമ്മളുടെ ബന്ധം എത്രത്തോളമാണ്, വിശുദ്ധ ഖുർആനോടുള്ള എൻ്റെ പ്രിയം, എൻ്റെ സ്നേഹം, എൻ്റെ ഇഷ്ടം എത്രത്തോളമാണ് എന്നത് അളക്കാൻ കൂടി കഴിയുന്ന ഒന്നാണ് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു പേജെങ്കിലും നമ്മൾ ഖുർആൻ ഓതാറുണ്ടോ എന്നുള്ളത്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട, നമുക്കേറെ ഇഷ്ടമുള്ള, നമുക്കേറെ പിരിശമുള്ള ഒന്ന് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. നമുക്കത്ര ഇഷ്ടമില്ലാത്ത, വേണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമില്ലാത്തൊരു സംഗതി ജീവിതത്തിൽ നമ്മളുടെ അടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിനം, അന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു വിഷമവുമില്ലേ, ഒരു പ്രയാസവുമില്ലേ, എന്തോ ഒന്ന് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു 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 അങ്കലാപ്പും നമ്മളെ ബാധിക്കുന്നില്ലേ? ഖുർആനും നമ്മളും തമ്മിൽ അത്രത്തോളം ഒരു ബന്ധമായിട്ടില്ല, ഖുർആൻ എനിക്ക് ജീവിതത്തിൽ അത്രത്തോളം പ്രിയപ്പെട്ടതായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കാരണത്താൽ, ചിലപ്പം ന്യായമായ കാരണങ്ങളാൽ, തിരക്കുകളാൽ, അള്ളൊരു പക്ഷേ ഇളവു തരാൻ സാധ്യതയുള്ള കാരണങ്ങളാൽ ഒരു ദിവസം നമുക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിലത് വല്ലാതെ അലട്ടുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. അള്ളാഹിൻ്റെ കലാം ഇന്ന് എനിക്ക് ഓതാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനൊരു പ്രയാസവും ഒരു വിഷമവും ഒരു അങ്കലാപ്പും നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഖുർആനിനോട് നമുക്ക് പ്രിയമുണ്ട്, ഖുർആൻ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് അളക്കാൻ കഴിയും. ഈ രീതിയിൽ ഖുർആനിൻ്റെ ഖിറാഅത്തിൽ, തിലാവത്തിൽ, പാരായണത്തിൽ ശ്രദ്ധ പുലർത്താത്ത, അതിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകളാണ് ഖുർആനിനെ അവഗണിച്ച് കളയുന്ന ആളുകളിൽ ഒന്നാമതായി എണ്ണാൻ കഴിയുന്ന ആളുകൾ എന്ന് ഇമാം ഇബ്നു തൈമിയ്യ നമ്മളെ പഠിപ്പിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, വമൻ ഖറഅൽ ഖുർആൻ, എന്നാൽ ഖുർആൻ ഓതുന്നുണ്ടാവും. ചില ആളുകൾ ഖുർആൻ ഓതുന്നുണ്ടാവും, അതിൻ്റെ ഖിറാഅത്ത്, അതിൻ്റെ തിലാവത്ത് അവർ നിർവഹിക്കുന്നുണ്ടാകും. വലം യതദബ്ബറഹു, പക്ഷേ അതിൻ്റെ തദബ്ബുർ എന്ന് പറയുന്ന, അല്ലെ, ഓതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിങ്ങനെ ഓതിങ്ങനെ തീർത്തു പോവുക എന്നുള്ളതല്ലാതെ എന്താണ് ഞാൻ ഇന്ന് പാരായണം ചെയ്ത ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ പടച്ചവൻ എന്നോട് എന്താണ് പറയുന്നത്, ഇതെൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക,
അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അള്ളാഹിൻ്റെ സംസാരമാണ്. നമ്മളൊരാളോട് എന്തിനാണ് സംസാരിക്കുക? അപ്പം ഞാൻ എന്തിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഹിന്ദിയിലോ തെലുങ്കിലോ കന്നഡയിലോ ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം സംസാരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ പടച്ചവൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ കേവലം ഒരു ഖിറാഅത്തിൽ മാത്രം ഒതുങ്ങി നിന്നു പോകുന്നവരാണെങ്കിൽ ആ ഖിറാഅത്ത് ചെയ്യുന്ന ആയത്തുകളുടെ അർത്ഥങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക്, അതിലൂടെ അള്ളാഹു നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നു, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് കളയുന്നവരുടെ രണ്ടാമത്തെ അടയാളം അതാണ്. തിലാവത്ത് ഖിറാഅത്തിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഞാൻ ഓതുന്ന ആ ആയത്തുകളുടെ അർത്ഥം എന്താണ് എന്ന ഒരു ചിന്തയിലേക്ക്, അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കുമുള്ള ഒരു യാത്രയിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. ഇമാം ഇബ്നു തൈമിയ്യ വീണ്ടും പറയുന്നു, വമൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, തദബ്ബറഹു, അതിൻ്റെ ആലോചനകളിലേക്കും അവരെത്തുന്നുണ്ട്, പക്ഷേ വലം യഅമൽ ബിഹി ഫഖദ് ഹജറഹു, ആ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ടുള്ള അമലുകളിലേക്ക്, ജീവിതത്തിലേക്ക് അവൻ എത്തുന്നില്ല. ഖുർആൻ ഓതി അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി, അതിൻ്റെ ആശയവും ഉൾക്കൊണ്ടു, അതിൻ്റെ വിശദീകരണവും ഉൾക്കൊണ്ടു, പക്ഷേ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ അവന് കഴിയുന്നില്ല. ഫഖദ് ഹജറഹു, അവനും വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവനാണ് എന്ന് ഇമാം ഇബ്നു തൈമിയ്യ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മഹ്ശറയിൽ തള്ളിപ്പറയുന്ന, അള്ളാഹുവെ ഇവർ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് റസൂൽ സാക്ഷ്യം പറയുന്ന ഒരു വിഭാഗം ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് വിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്ത് എല്ലാ ദിവസവും ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. രണ്ടാമത്, പാരായണം ചെയ്യുന്ന കാര്യങ്ങളിൽ പടച്ചവൻ എന്നോട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നുള്ളതാണ്. മൂന്നാമതായി, അങ്ങനെ ഉൾക്കൊണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു, അതിനുകൂടി എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് മൂന്നും കൂടി ഉൾപ്പെടുമ്പോഴാണ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് സുദൃഢമാക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു കളയുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടാതിരിക്കാൻ ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനോടൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തെ നമുക്ക് അങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക. റമളാൻ മാസത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശുദ്ധ ഖുർആനിലേക്ക് എത്തും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അല്ലാതെയോ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് റമളാൻ മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഓതും, അതിനൊരു സമയം കണ്ടെത്തും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും. അത് യഥാർത്ഥത്തിൽ അത് വല്ലാത്തൊരു അത്ഭുതം കൂടിയാണ്. ഒരു പക്ഷേ അന്നേ വരെ ഖുർആൻ ഓതൽ ജീവിതത്തിൽ ശീലമില്ലാത്തൊരാൾ പോലും റമളാൻ മാസമായാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ഓട്ടോമാറ്റിക്കലി ഖുർആനിൻ്റെ പാരായണത്തിലേക്ക് അതിൻ്റെ അർത്ഥമറിയില്ലെങ്കിലും അതിൻ്റെ ആയത്തുകൾ ഓതുന്നൊരവസ്ഥയിലേക്കെങ്കിലും എത്തും. ഏറ്റവും ചുരുങ്ങിയത് ഒരു റമളാൻ മാസത്തിൽ ഒരു ഹത്തമ് തീർക്കണം എന്ന് പറയുന്ന ഒരു നിയ്യത്തെങ്കിലും നമ്മൾ വെക്കും. കഴിയൂല എന്നുള്ളത് വേറെ, അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും നമ്മളൊരു മനസ്സിലുണ്ടാകും. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആനിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു മാസമാണ്. നമ്മളുടെ ആലോചനകളിലും ആഗ്രഹങ്ങളിലുമൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മൾ ആഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ വരുന്നൊരു മാസമാണ്. അങ്ങനെ വരുന്ന റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക. ഇൻഷാ അല്ലാഹ് ഈ റമളാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനിലേക്ക് ഏറ്റവും നന്നായി അടുക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളറകളിലേക്ക് നടന്നു ചെല്ലാൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ധാരാളമായി മുഴുകാൻ ഞാൻ ശ്രമിക്കും എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റമളാൻ കഴിയുമ്പോഴേക്ക് വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്നത് പോലെ ഒരു ജീവിതം ഞാൻ എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കുമെന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുക, അദ്ദേഹം നടക്കുന്ന ഖുർആനായിരുന്നു, അല്ലെങ്കിൽ ജീവിക്കുന്ന ഖുർആനായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പുലർത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചുവോ വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളെയൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട്
ആ ഒരർത്ഥത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നുള്ളത് കൂടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ ഖുർആനിനെ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? വിശുദ്ധ ഖുർആനിനെ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറെയും ഒരുപാട് വഴികൾ. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്ന വിശേഷണങ്ങളുണ്ട്. ഇപ്പോൾ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് നൽകിയത് എന്നതുകൂടിയാണ്. അല്ലേ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, എന്തിനാണ് ഖുർആൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ നമ്മളിലേക്ക് എത്തിച്ചു തന്നു, ജിബ്രീലിലൂടെ റസൂലിലേക്ക് എത്തി, റസൂലിൻ്റെ ജീവിതത്തിലൂടെ അതിൻ്റെ പ്രായോഗികതയെ നമ്മൾ മനസ്സിലാക്കി, റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു ഓർഡറിൽ നമുക്കതിനെ ക്രോഡീകരിച്ചു തന്നു, റസൂലിന് ശേഷം അതൊരു മുസഹഫ് രൂപത്തിൽ നമുക്ക് കിട്ടി. ഇങ്ങനെ നമ്മളുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ നമുക്കിങ്ങനെ നൽകിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കൂടി തിരിച്ചറിഞ്ഞ് അതുകൂടി നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്താൻ കഴിയുന്നു, വിശുദ്ധ ഖുർആനിനെ അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു എന്നതിലേക്ക് കൂടി നമുക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കുക. ഈ അർത്ഥത്തിൽ എന്താണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്ന വിശേഷണങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും ശരിയായ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ ധാരാളം ഇടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലിൻ്റെ സ്വഹാബാക്കൾ ചോദിച്ച ചോദ്യങ്ങളെ അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യസ്അലൂനക അനിൽ അൻഫാൽ യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അവർ ചോദിക്കും എങ്ങനെയാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, എന്തൊക്കെയാണ് അള്ളാഹ് ഹറാമാക്കിയത്, എന്തൊക്കെയാണ് അള്ളാഹ് ഹലാലാക്കിയത്. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലെങ്കിൽ സ്വഹാബാക്കൾ റസൂലിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ധാരാളം സംശയങ്ങളുണ്ടാകും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വഴിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യത്തിൽ എന്താണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഒരു വഴികാട്ടിയായും ഉത്തരമായും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് മറ്റൊരു ഭാഗത്ത് പറയുന്ന നമുക്ക് കാണാൻ കഴിയുക, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എന്ന് പറയുന്നത് ഖദ് ജാഅതുകും മൗഇളത്തുൻ മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളായി നിങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുർആനിലെ ആയത്തുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനവും നിങ്ങളോടുള്ള പടച്ചവൻ്റെ മനോഹരമായ ഉപദേശങ്ങളുമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ ഹൃദയത്തെ ബാധിക്കുന്ന, നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന, നമ്മളുടെ ജീവിതത്തെ അലട്ടുന്ന ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. വ്യക്തിപരമായ ധാരാളം സങ്കടങ്ങൾ, കുടുംബപരമായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായി നമ്മൾ നേരിടുന്ന ഞെരുക്കങ്ങൾ, ഇങ്ങനെ ഈ ദുനിയാവിലെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ ഹൃദയം ഇങ്ങനെ വല്ലാതെ വേജാറ് പൂണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഹൃദയത്തിനൊരു ഷിഫയായി, ഒരു ശമനമായി അനുഭവപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇങ്ങനെ അനുഭവപ്പെടാൻ കഴിയുമ്പോഴാണ് എന്തിനു വേണ്ടിയിട്ടാണോ അല്ലാഹ് ഖുർആൻ നമുക്ക് തന്നത് അങ്ങനെ ഖുർആനിനെ ഉപയോഗിക്കാൻ കഴിയുന്നവരായി മാറാൻ നമുക്ക് കഴിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ റസൂൽ വല്ലാതെ മാനസികമായി പ്രയാസപ്പെട്ടു പോയ, തളർന്നുപോയ സന്ദർഭങ്ങളുണ്ട്, ധാരാളം സന്ദർഭങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം പറയുമ്പോൾ സൂറത്തുൽ ളുഹ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെയാണ് വലിയ ആശ്വാസമായത് നമുക്കറിയാം. വല്ലുഹ,
വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയാണ്, റസൂലിന് ആ സമയത്ത് ബാധിച്ച വിഷമം എന്താണ്? റസൂലിൻ്റെ പ്രതിയോഗികൾ, റസൂലിൻ്റെ ശത്രുക്കൾ റസൂലിനെ കളിയാക്കാൻ തുടങ്ങി. ഇല്ല, ഒരു ഇടവേളയിൽ റസൂലിന് ഖുർആനിലെ ആയത്തുകൾ അവതരിക്കുന്നില്ല. അപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. റസൂല് മുഹമ്മദ്, നിന്നെ അള്ളയും കൈവിട്ടു, ഖുറൈശികൾ ഏതായാലും കൈവിട്ടു, അള്ളയും നിന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിയപ്പോൾ റസൂലിന് മനസ്സിൽ അതിൽ വല്ലാത്തൊരു വിഷമം വന്നു. റസൂല് വല്ലാത്ത ബേജാറിലായി. അള്ള എന്നെ കൈവിട്ടോ, ആയത്തുകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ, പ്രയാസത്തിലാണല്ലോ. ആ സമയത്ത് മാ വദ്ദഅക റബ്ബുക വമാ ഖല, പ്രവാചകരെ, അള്ള താങ്കളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല. അല്ല, ഇങ്ങനെ പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സ് വല്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂൽ അതിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള വല്ലാത്ത ഒരു അനുഭൂതിയെ ഒരു പക്ഷെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നതുപോലെ നമ്മളുടെ മനസ്സ് വല്ലാതെ നീറി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൽ ശമനം, അതിലൊരു അനുഭൂതി, അതിലൊരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ? ഷിഫാഉൻ ലിമാ ഫി സുദൂർ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ ജീവിതത്തിലൂടെ നിറവേറ്റാനും അനുഭവപ്പെടാനും കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന ഒരു സൂറത്ത്, നമുക്ക് പരിചയമുള്ളൊരു സൂറത്താണ്. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന സൂറത്ത് അവതരിപ്പിക്കാൻ ഇടയായ ഒരു പശ്ചാത്തലത്തെ വിശുദ്ധ ഇതിൻ്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖൗല ബിൻത് സഅലബ എന്ന് പറയുന്ന ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു പരാതി പറയാം. ഒരു ന്യായമില്ലാതെ, കൃത്യമായ നിയമത്തിൻ്റെ വഴിയിലൂടെ അല്ലാതെ എൻ്റെ ഭർത്താവ് പ്രവാചകരെ എന്നെ മൊഴി ചൊല്ലി, എന്നെ വിവാഹബന്ധം വേർപ്പെടുത്തി. ഇതിലൊരു പരിഹാരം വേണം. ഞാനും എൻ്റെ കുട്ടികളും ഒറ്റയ്ക്കാണ്, ഞങ്ങൾക്ക് അദ്ദേഹമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, സാമ്പത്തികമായി ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടും, എൻ്റെ യുവത്വവും എൻ്റെ സൗന്ദര്യവും ഒക്കെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ ഒഴിവാക്കുന്നു, ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഖൗല ബിൻത് സഅലബ എന്ന് പറയുന്ന ഒരു സ്ത്രീ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പരാതി പറയുന്നു. അപ്പോൾ റസൂലിന് അതിലൊരു ലിഹാർ എന്ന് പറയുന്ന മദീനയിലുണ്ടായിരുന്ന ഒരു അന്യായമായ ഒരു വഴിയിലൂടെയാണ് ഇങ്ങനെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ റസൂലിന് അതിലൊരു മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം ലിഹാർ ചെയ്യുന്നതിൻ്റെ ഒരു വിധി എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ റസൂലിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് റസൂലിന് അതിലൊരു കൃത്യമായൊരു മറുപടി ഖൗല ബിൻത് സഅലബയോട് പറയാൻ കഴിയാതിരുന്നപ്പോൾ ഇവർ റസൂലിനെ നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി. അതിൻ്റെ കൂടെ പടച്ചവനോട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അല്ലാഹുവേ, തൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ്, തൻ്റെ ആ സമയത്ത് താൻ അനുഭവിക്കുന്ന മനസ്സിൻ്റെ വിഷമത്തെക്കുറിച്ച് പറഞ്ഞ്, കുടുംബത്തെ, കുട്ടികളുടെ ഒക്കെയും അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹിനോടും നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഖൗല ബിൻത് സഅലബയുടെ ആ പ്രാർത്ഥന അടയാളപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ മുജാദലയുടെ ആദ്യത്തെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു. എന്താണ് കേട്ടതെന്ന് ചോദിച്ചാൽ, അല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ, റസൂലെ, തൻ്റെ ഇണയുടെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളോട് നിരന്തരം ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ വാക്കുകൾ ഞാൻ കേട്ടിരിക്കുന്നു. വതഷ്തകി ഇലല്ലാഹ്, അള്ളാഹിനോട് ആവലാതിപ്പെടുകയും ചെയ്ത അവരുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തുഹാവിറകുമാ, അല്ലാഹ് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. എന്നിട്ട് രണ്ടാമത്തെ ആയത്ത് മുതൽ ലിഹാറുമായി ബന്ധപ്പെട്ട വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ലിഹാറിലൂടെ ചെല്ലുന്ന വിവാഹബന്ധങ്ങൾ, വേർപ്പെടുത്തുന്ന വിവാഹബന്ധങ്ങൾ നിലനിൽക്കൂല, അതിന് ഇന്ന പ്രായശ്ചിത്തങ്ങളുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു വിധി എങ്ങനെയാണ് വരുന്നത്? ഖൗല ബിൻത് സഅലബ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അത് അവർ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളെ പടച്ചവനോട് അവർ പറഞ്ഞപ്പം, റസൂലിനോട് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും അള്ളാഹു നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തുകൊണ്ട് തൻ്റെ അടിമയുടെ ഒരു ജീവിതത്തിലേക്ക് ഇടപെടുന്ന ആയത്തുകളായി വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അറിയുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ, പടച്ചവൻ്റെ ഒരു സൃഷ്ടി എന്നുള്ള അർത്ഥത്തിൽ ഞാനും നിങ്ങളും അടങ്ങിയിട്ടുള്ള എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സറിയുന്ന,
നമ്മളുടെ വേദനകൾ അറിയുന്ന, പ്രശ്നങ്ങൾ അറിയുന്ന, വിഷമങ്ങൾ അറിയുന്ന, നമ്മളുടെ ആവലാദികളും തേട്ടങ്ങളും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ പ്രശ്നങ്ങൾ കേട്ട് നമ്മളോട് സംസാരിക്കുന്ന അള്ളാഹിൻ്റെ കലാമ് കൂടിയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്ന സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒക്കെയും അധികവും അവതരണ പശ്ചാത്തലങ്ങളുണ്ടാകും. ഇതിലധികവും സ്വഹാബാക്കളുടെ, റസൂലിൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് അവതരിച്ച ആയത്തുകളായിരിക്കും. നമ്മൾ ഖുർആനിലെ ഓരോ ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ജീവിതത്തിലേക്ക് അവതരിക്കുന്ന ആയത്തുകളാണ് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണിത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനും നമ്മൾ നേരിടാനും സാധ്യതയുണ്ട് എന്ന് പടച്ചവന് നേരത്തെ അറിയുന്ന കാര്യങ്ങളിൽ എങ്ങനെ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കണം, അതിലെന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം, അങ്ങനൊരു സന്ദർഭം വരുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ശമനം കണ്ടെത്താം, എങ്ങനെ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താം എന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, നമ്മളോട് സംസാരിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, ഇതിനെ അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഭയങ്കര ദൗർഭാഗ്യവാന്മാരാണ്. ഖൗല ബിൻത് സഅലബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം, അറിയുന്ന ചരിത്രമാണ്. റസൂലിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന വഴിയിൽ സൂറത്തു ത്വാഹയിലെ ആയത്തുകൾ കേട്ട് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് ജീവിതം പരിവർത്തിപ്പിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുകയാണ്. ഖൗല ബിൻത് സഅലബക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനസ്സിന് ഒരു ശമനമായി, ആശ്വാസമായി ഉപയോഗപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ളുഹയടക്കം ധാരാളം സൂറത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനസ്സിന് വല്ലാത്തൊരു ശമനമായി റസൂലിന് അനുഭവപ്പെടുകയാണ്. ഇങ്ങനെ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർക്കൊക്കെയും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ അനുഭവപ്പെട്ടതുപോലെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടതുപോലെ, അള്ളാഹിൻ്റെ കലാം, സംസാരം അത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും ഇത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതുന്നു? എത്ര റമളാനുകൾ നമ്മളിൽ കടന്നു വന്നു? എത്ര ഖതമുകൾ നമ്മൾ തീർത്തു? എത്ര ആയത്തുകൾ ഒരു വർഷം നമ്മൾ ഹിഫ്ളാക്കി? അതിങ്ങനൊരു പേരിന് നടന്നു പോകുന്നു എന്നല്ലാതെ ഇങ്ങനെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നുണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ? നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറി എന്ന് അതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ആശ്വസിക്കാനും ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് തൃപ്തിപ്പെടാനും കഴിയും. പക്ഷേ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടും ഖുർആനിൻ്റെ ആയത്തുകൾ ഇവിടെ ഒന്നും എനിക്ക് അനുഭവപ്പെടുകയോ ഉപയോഗപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മയും നമ്മളുടെ അനുഭവവുമെങ്കിൽ ഖുർആനിൻ്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഹുദൻ വറഹ്മത്തൻ ലിൽ ആലമീൻ, അള്ളാഹുവിൽ നിന്നുള്ള വഴിയും കാരുണ്യവുമാണ്. അള്ളാഹിൻ്റെ കാരുണ്യമായി നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു വഇദാ തുലിയത്ത് അലൈഹിം ആയാതിഹി സാദത്തുഹും ഈമാന. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. അല്ലെ, എത്രയെത്ര ആയത്തുകൾ നമ്മൾ ഓതി നമ്മളുടെ ഈമാൻ വർദ്ധിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാറുണ്ടോ? ഈമാൻ വർദ്ധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പം ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ടോ? നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. എന്നാലേ എന്തിനു വേണ്ടിയിട്ടാണോ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തന്നത് ആ അർത്ഥത്തിൽ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നൊരു അവസ്ഥ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ധാരാളം ഉദാഹരണങ്ങൾ അതിലൊക്കെയും നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കിയതുപോലെ അദ്ദേഹം രാത്രികളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നൊരവസ്ഥ. ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഖിയാമത്ത് നാളിലെ സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന ഖുർആനിലെ ഒരു ഭാഗത്തെ ആയത്തുകൾ അതിങ്ങനെ ഓതിയത് കേട്ടപ്പോൾ അവിടെ തലകറങ്ങി വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 ആഴ്ച പനിച്ചു കിടന്നു എന്നാണ്. ഖിയാമത്ത് നാളിൻ്റെ ആ സംഗതികൾ വിശദീകരിക്കുന്ന, മരണത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ
നിരന്തരമായി ആവർത്തി ഓതിക്കൊണ്ട് എത്ര തവണ നമ്മൾ ഖുർആനിലൂടെ കടന്നുപോയി? എവിടെയെങ്കിലും നമുക്കത് മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒന്നായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും അള്ളാഹുവിൻ്റെ ഓരോ അഭിസംബോധനകളും അള്ളാഹുവിൽ നിന്നുള്ള ഓരോ വർത്തമാനങ്ങളും നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെയും അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുക നമ്മളെ സംബന്ധിച്ച് അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഖുർആനിനെ അനുഭവിക്കുകയും ഖുർആൻ സ്വാധീനിക്കുകയും ചെയ്യാത്ത ഒരു ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, റസൂല് പറഞ്ഞതുപോലെ, ഖുർആൻ അവഗണിച്ചു കളഞ്ഞവർ എന്ന് നാളെ മഹ്ശറയിൽ വെച്ച് റസൂല് തള്ളിപ്പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണമാകുന്നൊരു സംഗതിയാണ് എന്ന് ആലോചിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും ഖുർആനിനാൽ സ്വാധീനിക്കപ്പെടാത്ത, ഖുർആനിനാൽ ക്രമീകരിക്കപ്പെടാത്ത, ഖുർആൻ നിറഞ്ഞു നിൽക്കുന്ന, ഖുർആൻ വഴി കാണിച്ചു തരുന്ന ഒരു ജീവിതം, അങ്ങനെയല്ലാത്ത ഒരു ജീവിതം എന്നിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമളാൻ മാസം ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെ നാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ഒറ്റ സംഗതി കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഇതേപോലെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നൊരു സംഗതി, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞുകൊണ്ട് റമളാൻ മാസത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ കൊണ്ട് സാധ്യമാകേണ്ടുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറയുന്നത് ഹുദൻ ലിന്നാസ്. എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾക്ക് സന്മാർഗമായി ഉപയോഗപ്പെടേണ്ടുന്നൊരു സംഗതി കൂടിയാണ്. ഒരു ജനതക്ക് സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് വിശുദ്ധ ഖുർആൻ എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ജനതയെ വഴി കാണിക്കുന്നതിന് വേണ്ടിയും ഒരു ജനതയെ നേർവഴിയിലേക്കാക്കുന്നതിന് വേണ്ടിയും കൂടി അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ളൊരു സമ്മാനമാണ് എന്നതുകൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്തും ഇഖാമത്തും എന്നൊക്കെ പറയുന്ന ഒരു ദൗത്യവുമായി അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയക്കുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദൗത്യത്തിനു വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒന്നുകൂടിയാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, ഈ വിശുദ്ധ ഖുർആനിനെ ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് 23 വർഷക്കാലത്തെ തൻ്റെ പ്രവാചക ജീവിതം കൊണ്ടൊരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യത്തെക്കുറിച്ച് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നിടത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം ദൗത്യങ്ങൾ പ്രവാചക ദൗത്യങ്ങളായി പരിചയപ്പെടുത്തുന്നിടത്ത് ഇതിൻ്റെയൊക്കെയും ഒരു സംക്ഷിപ്ത രൂപം എന്ന അർത്ഥത്തിൽ എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഖുർആനിനെ ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നിടത്ത് യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഉം അനിൽ മുൻകർ എന്ന് പറയുന്നൊരു സാമൂഹികമായിട്ടുള്ളൊരു ദൗത്യത്തെ ഒന്നാമതായി എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക, ഇത് റസൂലിൻ്റെ ഒരു ദൗത്യമാണ്. ആ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അപ്പം എന്തൊക്കെ നന്മകളാണ് ഒരു സമൂഹത്തിൽ നടക്കേണ്ടത്, എന്തൊക്കെ തിന്മകളാണ് ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് എന്ന് ഖുർആനിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയും ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമൂഹത്തിൽ സാധ്യമാക്കുകയും ചെയ്തു. നമുക്കറിയാം, റസൂലായി നിയോഗിക്കപ്പെടുന്നൊരു സമയത്ത് അല്ലെങ്കിൽ റസൂൽ ജനിക്കുന്ന സമയത്ത് മക്കയുടെ അവസ്ഥ എന്താണ്? ഖുറൈശികളുടെ ഒരു ക്രമത്തിൽ മുന്നോട്ട് പോകുന്ന മക്കയുടെ ഒരു അന്തരീക്ഷം എന്താണ്? എല്ലാവിധ ഉൽമുകളും എല്ലാവിധ അക്രമങ്ങളും ശിർക്കിൻ്റെ എല്ലാ അടയാളങ്ങളുമുള്ള ഒരു സമൂഹം, പെൺകുട്ടികൾ കുഴിച്ചു മൂടപ്പെടുന്ന, മദ്യം ഒരു സംസ്കാരമായിട്ടുള്ള, വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു ജീവിതശീലമായിട്ടുള്ള,
യുദ്ധവും കൊള്ളയും കൊലപാതകങ്ങളും ഇങ്ങനെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത എല്ലാ തിന്മകളെയും വിരോധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്ന എല്ലാ നന്മകളെയും, നീതി, സമത്വം, അല്ലെ, ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്ന എല്ലാ നന്മകളെയും നടപ്പാക്കിക്കൊണ്ട് 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഒരു സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധ്യമാക്കുകയും ഒരു സമൂഹത്തെ റസൂൽ പരിവർത്തിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലിൻ്റെ രണ്ടാമത്തെ ദൗത്യമായിട്ട് ഇവിടെ പറയുന്നത് വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹദ്ദിമു അലൈഹിമുൽ ഹബായിസ്. ഇപ്പോൾ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു സംഗതി തന്നെയാണ്. നല്ല കാര്യങ്ങൾ ഹലാലാക്കുക, ചീത്ത കാര്യങ്ങൾ ഹറാമാക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നിറവേറ്റി. മറ്റൊന്ന് പറയുന്നത് വയളഉ അൻഹും ഇസ്റഹും വൽഅലാല അല്ലതി കാനത് അലൈഹിം. ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ചൊരു ദൗത്യമായിരുന്നു. വിശുദ്ധ ഖുർആനിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ 23 വർഷക്കാലത്തെ ദൗത്യത്തിലൂടെ റസൂൽ അത് നിറവേറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അടിമകളായി ജീവിക്കേണ്ടി വന്ന ഓരോ മനുഷ്യന്മാർക്കും, ധാരാളം മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക്, വിമോചനത്തിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അറേബ്യയിൽ മനുഷ്യന്മാരെ വരിഞ്ഞുകെട്ടിയ, അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും നിഷേധിച്ചിരുന്ന ചങ്ങലക്കെട്ടെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മനുഷ്യന്മാരെ തങ്ങളുടെ അടിമകളായി ഉപയോഗിക്കുകയും മനുഷ്യൻ എന്ന ഒരു ജീവിക്ക് വേണ്ടുന്ന ഒരു അവകാശവും അവർക്ക് വകവെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തൊരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരെ സ്വാതന്ത്ര്യത്തിൻ്റെ, വിമോചനത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശങ്ങളെയും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലൂടെ, അല്ലെ, വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിറവേറ്റാൻ സാധിച്ചിരുന്നു. ഇങ്ങനെയും കൂടി ഹുദൻ ലിന്നാസ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ജനങ്ങളെ നേരായ വഴിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഉദ്ദേശ ലക്ഷ്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഖുർആനുമായുള്ള നമ്മളുടെ ഒരു ബാധ്യതയെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ റസൂല് മക്കയിൽ ഹറാമാക്കിയ ചീത്ത കാര്യങ്ങളെപ്പോലെ, നിരോധിച്ച തിന്മകളെപ്പോലെ ധാരാളം ഹറാമുകളും തിന്മകളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള മദ്യം പോലെയുള്ള, വ്യഭിചാരം പോലെയുള്ള, പലിശ പോലെയുള്ള ധാരാളം സാമൂഹികമായിട്ടുള്ള അതിക്രമങ്ങൾ ഹലാലായി കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു രാജ്യത്ത്, ഒരു സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിനെയും വിശുദ്ധ ഖുർആനിൻ്റെ മൂല്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടൊരു സമൂഹത്തിൽ ഈ പറയുന്ന എല്ലാ തിന്മകളെയും അവിടെ നിന്ന് പിഴുതുമാറ്റി പുതിയ ഒരു സമൂഹത്തെ എങ്ങനെ നിർമ്മിച്ചുവോ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ ആലോചിക്കാനും അതിനുവേണ്ടി പണിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കയിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യന്മാരുടെ അവകാശങ്ങൾ എങ്ങനെ നിഷേധിക്കപ്പെട്ടുവോ അതേപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ, ജാതി വ്യവസ്ഥയുടെ, ഇസ്ലാമോഫോബിയയുടെ ഇത്തരത്തിലുള്ള ധാരാളം സംഗതികളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന ധാരാളം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും കൽപ്പനകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ളൊരു പരിവർത്തനത്തിനു കൂടി സാധ്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടി വിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ, കൽപ്പനകളിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്ന മൂല്യങ്ങളും നന്മകളും ഒരു സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും നീതിയും സമത്വവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ കൂടി നിർമ്മിച്ചെടുക്കുക, അതിനുകൂടി പണിയെടുക്കുക എന്ന് പറയുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ മുഖേന നമ്മൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഫലസ്തീനിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഫലസ്തീനിലെ ജനതക്ക് ആ മണ്ണിൽ നിന്നുകൊണ്ട് ആ മാർഗത്തിൽ പണിയെടുക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്ത് എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും ഒന്നാമത്തെ പരിഗണന എന്ന് പറയുന്നത്. ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ വേണ്ടിയാണ്, മസ്ജിദുൽ അഖ്സയെ തകർക്കാൻ വേണ്ടിയാണ്.
മസ്ജിദുൽ അക്സയുടെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് സുബുറോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ ജനതക്ക് എങ്ങനെയാണ് എല്ലാവിധ പ്രതിസന്ധികൾക്കിടയിലും നിൽക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന മൂല്യങ്ങളെ അവർ ചേർത്തു പിടിക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്ന് പറയുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഇന്ത്യ രാജ്യത്തെ സാഹചര്യവും സമാനമായ സന്ദർഭങ്ങളിലേക്കാണ് എന്നൊരു പക്ഷേ നിലവിലെ സാഹചര്യങ്ങളൊക്കെയും വിലയിരുത്താൻ നമുക്ക് കഴിയുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ ഈമാനോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്ത് എന്ന് പറയുന്ന ഒരു ദൗത്യത്തെ മുൻനിർത്തി നമുക്ക് ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് വിശുദ്ധ ഖുർആനിനെ കൂടി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുമ്പോഴാണ്. ഈ അർത്ഥത്തിൽ അത്തരമൊരു സാമൂഹികമായ ദൗത്യം നിറവേറ്റാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്ത് എന്ന് പറയുന്നൊരു ബാധ്യത നിറവേറ്റാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഈമാനിൻ്റെ വർധനവ് ജീവിതത്തിൽ അനുഭവപ്പെടാൻ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾക്കൊരു ശമനം അനുഭവിക്കാൻ, എന്തിനു വേണ്ടിയിട്ടാണോ അള്ളാഹു ഖുർആൻ നമുക്ക് നൽകിയത് അതിനെല്ലാം വേണ്ടി ഖുർആനിനെ ഉപയോഗിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ ഖുർആനിനെ അനുഭവപ്പെടാൻ കഴിയുന്ന ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി വിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാൻ മാസത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, ഒരു റമളാനിലേക്ക് കൂടി ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണേ റബ്ബെ. ഈ റമളാനിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ ആയുസ്സിനെ നീ തിരിച്ചു വിളിക്കരുതേ നാഥ. അള്ളാഹുവെ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം തെറ്റുകളുണ്ട്, അതൊക്കെയും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അതൊക്കെയും പരിഹരിക്കാനുള്ള വലിയ അവസരമായി ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു കളയുന്നവർ എന്ന് റസൂൽ നാളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ നാഥ. നേരെ മറിച്ച് നോമ്പും ഖുർആനുമൊക്കെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان يا رب العالمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.